ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. കണ്ണൂർ ജില്ലയിലായാലും കേരളത്തിലായാലും കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. ആ വികാരത്തിന്റെ പരം കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അതെ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചില ആളുകൾ. ചില വലിയ നേതൃത്വത്തിലെത്തിയവർ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അപമാനിക്കാനും അദ്ദേഹത്തെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുക്കി ഇതാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പട്ടികയിൽ കെ സുധാകരൻ ഇല്ല എന്നുള്ളതാണ് വരുന്നത്. ആ പട്ടികയിൽ എന്ത് തന്നെയാലും നേതൃത്വം മാറ്റം വരുത്തേണ്ടി വരും. അത്രയും ജനങ്ങളുടെ സുധാകരന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സാധാരണ ജനങ്ങളാണ്. അവിടെ രാഷ്ട്രീയമില്ല, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP ഒന്നും ഇല്ലാതെ സകലമാന ജനങ്ങളും അദ്ദേഹത്തിന്റെ പിന്നിലാണ്. സാധാരണക്കാർ അദ്ദേഹത്തിന് പിന്നിലിരിക്കാൻ കാരണം നിങ്ങൾക്കറിയോ, ഈ വീട്ടുമുറ്റത്ത് അദ്ദേഹം MP ആയിരുന്ന സമയത്തും MP അല്ലായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഈ വീട്ടുമുറ്റത്തുണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഏത് നേതാക്കന്മാരെ വീട്ടുമുറ്റത്താണ് ഇത്രയും ആൾക്കാരെ കാണുക? അദ്ദേഹം ചെയ്തോട്ട് ആത്മവിശ്വാസം കൊണ്ടല്ലേ പോകുന്നത്. സുധാകരൻ ഇല്ലെങ്കിൽ ഇനി എന്താണ് തുടർന്ന് നിങ്ങളുടെ നീക്കം? സുധാകരൻ അങ്ങനെ പിന്മാറിപ്പോകുന്ന ആളൊന്നുമില്ല. പക്ഷേ സുധാകരനെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ പ്രവർത്തകന്മാർ തയ്യാറാണ്. സുധാകരന് വേണ്ടി. സുധാകരൻ എന്നൊരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും ഏത് പാതാളത്തിൽ പോകാൻ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും ഞങ്ങളെപ്പോലുള്ളവർ. അത് പ്രതിഷേധമുണ്ടാവുമല്ലോ, രണ്ട് വശം എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറയുന്ന എതിരാളികളും ഇതിൽ നിന്ന് കുറച്ച് എരിവും പുളി കൂട്ടും. ആ രീതിയിൽ മാത്രമല്ല, അദ്ദേഹം എന്ത് തീരുമാനം എടുത്താൽ ഒരിക്കൽ കൂടി പറയുന്നു, അദ്ദേഹം ഏത് പാതാളത്തിൽ പോകാൻ പ്രവർത്തകന്മാരോട് പറഞ്ഞാലും പാതാളത്തിൽ ഞങ്ങൾ പോകും. സണ്ണി ജോസഫ് മാത്രമല്ല, ഇപ്പോഴത്തെ DCC പ്രസിഡന്റിനെയും മുൻപത്തെ പ്രസിഡന്റുമാരെയും ഒക്കെ കൊണ്ടുവന്നത് ഈ 92-ന് ശേഷം അദ്ദേഹം തന്നെയാണ്. ആ പിന്തുണ ഉണ്ടോ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളാണ് ഈ പ്രവർത്തകന്മാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.